അമ്മ ഇക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? പൊക്കി വെക്കും. 4 വർഷത്തിൽ ലീവ് ട്രാവൽ കൺസെഷൻ ഉണ്ടല്ലോ, ഓൺലി ലീവ് ട്രാവൽ കൺസെഷൻ അത് സാക്ഷിയാണ്. ഞാൻ ഉടനെ പോയി ചെയ്യാനുള്ളത് പൊക്കി വെക്കുന്നത് അച്ഛനും തീർച്ചയായിട്ടും കേട്ടോ. മലേഷ്യൻ മൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്നു. മൈക്ക് കുറേ ഞാനിപ്പോ കേട്ടോ തട്ടി പറയാം.
കൊണ്ട് ഓടി. താക്കി വെച്ചു കൊടുക്കുന്നു. ഇങ്ങനത്തെ ലൈനുകൾ വരുമ്പോൾ നമ്മുടെ ശബ്ദം വല്ലാണ്ടാവും. കൂർക്കഞ്ചേരി
ഏൽക്കുവാണെങ്കിൽ അവൾക്ക് ഈ വീടങ്ങ് കൊടുക്കാം. അവളാവുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പോലെ വിചാരിക്കല്ലേ നമുക്ക് കൊടുക്കാം. അതൊന്നും വിചാരിക്കണ്ട. ഇഷ്ടത്തെ വേണ്ട, ഇഷ്ടത്തെ പോയിട്ടോ ഒന്ന് പോയിട്ട് ഞാനാ വരുന്നത്. ഇഷേട്ടാ വീട് നിൽക്കുന്നവരെ അച്ഛനമ്മയോടൊന്നും പറയില്ല. ഇപ്പൊ ആനന്ദത്തിന്റെ വീട്ടിലാണ് ഇപ്പൊ. അമ്മ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ക്യാൻസറാണ്. ഫോർത്ത് സ്റ്റേജിലോ. അതുകൊണ്ട് മാത്രം തീരുന്നില്ലല്ലോ. വിശദാർത്ഥ ബാങ്കില് ഏതാണ്ട് 7 കോടി പരമ്പോ പോകുന്നു. CBI കേസായി പോയി. അതിലേറെ വിശദാർത്ഥ ഫ്രോഡ് വന്നു. CBI നാളെ പൈസ അച്ഛനൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെന്നും നിന്റെ ഈ കയ്യിലൊന്നും ഞാൻ കാലായിട്ട് ഞാൻ പറയുന്നു. നീ ഒന്ന് സമാധാനമായിട്ട് നീയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് കേൾക്ക. നിന്റെ മോക്കെ നീ ഒരു വീട് നോക്കുന്നില്ലേ? നീ ഈ വീടൊന്ന് വാങ്ങിച്ച് എന്നെ സഹായിക്കും. എനിക്ക് വേറെ വഴി കാണുന്നില്ലാണ്ട് സഹായിക്കാനുണ്ട്. ശരിയടി, ഞാൻ എന്റെ മരുമോൻ ഈ ആഴ്ച പറഞ്ഞത് പറയട്ടെ. എല്ലാം ശരിയാക്കാവിടെ. എനിക്കറിയാതെ തലനാണ്. ഇല്ല എന്നെ തലകുന്നില്ല. പിന്നെ അമ്മ വന്നിട്ടുണ്ട്. ഞാൻ അമ്മയോട് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. ആരെ കുറിച്ച് അമ്മയ്ക്ക് ഇല്ല പ്രശ്നം എന്താ? അമ്മയ്ക്ക് ക്യാൻസർ. അതാണ് നീ കുറച്ച് നേരം അമ്മയ്ക്ക് ഞാൻ ഇഷ്ടമായിട്ട് ഞാനൊന്ന് സംസാരിച്ച് പോകാൻ കഴിയില്ല. നീ ഒന്ന് അമ്മയോട് സംസാരിക്കും. നീ ഒന്ന് അമ്മയോട് സംസാരിക്കും. ഞാൻ വിളിച്ചതേ, എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. നീ ആകെ വിഷമിച്ചിരിക്കുകയെന്നൊക്കെ എനിക്കറിയാം. അമ്മയുടെ മരണവും കൃഷ്ണന്റെ മരണവും ഒക്കെ നീ ആകെ തളർന്നു പോയെന്ന് എനിക്കറിയാം. ഞാൻ എന്താണെന്നറിയോ വിളിച്ചത്? അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. അവരിവിടെ വന്നപ്പോ തൊട്ട് ഒരേ ശാഠ്യം നിന്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്കറിയാലോ ഞാനൊന്നും സെറ്റിലായിട്ടില്ല. അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സങ്കടം എനിക്ക് കാണാൻ പറ്റത്തില്ല ചേച്ചി. അവരവിടെ ഇരിക്കും. ഞാൻ വന്ന് വിളിക്കാം. അപ്പയ്ക്കൊട്ട് വിട്ടാൽ മതി. ചേച്ചി ഒന്ന് നോക്കാം. അവരെ കുറച്ച് മോളെ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരിവിടെ തന്നെ നിൽക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലടാ, അവർ പറഞ്ഞതുകൊണ്ട് നിന്നോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ അതിനെക്കുറിച്ച്
ശ്രദ്ധിക്കുകയേ വേണ്ട കേട്ടോ. നീ അവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കുക. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ കേട്ടോ. അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ശരി മോളെ. തീരെ ശരിയാവില്ല. എന്ത് ശരിയാവില്ല? ഒന്നും എനിക്കറിയില്ല. ഇവിടുന്ന് മാറി താമസിച്ചു മാറി താമസിക്കണം. ഞാനെന്തൊക്കെ പറയാം, എന്ത് പറയാനില്ല. ഇവിടെ കുറേ നാളുകൾക്ക് ശേഷം അമ്മയോട് എനിക്കൊരു സന്തോഷമുള്ള കാര്യം പറഞ്ഞു. പറഞ്ഞു പറയട്ടെ. അന്ന് നമ്മള് കാനഡ പോകാനായിട്ട് എനിക്ക് പേപ്പർ കൊടുത്തിട്ടായിരുന്നു. അതെല്ലാം ശരിയായി വന്നിട്ടുണ്ടോ അമ്മേ? എന്താ അറിയോ, ഇവിടെ നിന്ന് എന്റെ പണത്തിൽ ഒന്നും ശരിയാവില്ല. ഞാൻ ഈ ബാക്കി പോയി എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഞാൻ പോവില്ല. അപ്പോ നിനക്കും പോകണമല്ലേ? അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. എന്തോ ഉണ്ടല്ലോ. എന്താ അമ്മേ? നിന്റെ ചേട്ടനും ചേട്ടത്തിയമ്മയ്ക്കും ഇവിടുന്ന് പോണത്രേ. നീയും പോവാ, അല്ലാതെ ഞാനെന്താ പറയാ? ചേട്ടന് ചേട്ടന് എവിടെ പോകുന്നു? അവരിവിടെയല്ലേ? എവിടെ പോവാനോ അമ്മേ? അയ്യോ, അപ്പൊ ഞാനും കൂടെ പോയാ അമ്മയുടെ തനിച്ചാവില്ലേ? മോളെ, അത് വേണ്ട, അത് വേണ്ട. ഞാനിവിടെ എന്തെങ്കിലും പഠിച്ചോളാം. അമ്മേനെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. വേണ്ട. പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ അച്ഛൻ മരിച്ചെന്നെ തോപ്പിച്ചു. എന്റെ അമ്മയും മരിച്ചെന്നെ തോപ്പിച്ചു. നീയെങ്കിലും പഠിച്ച് ജയിച്ചെന്നെ ജയിപ്പിക്കും മോളെ. ഒരു തവണയെങ്കിലും അമ്മ ജയിക്കട്ടെ. എന്നാലും അത്ര എളുപ്പമൊന്നുമല്ല അമ്മേ. 25 ലക്ഷം രൂപ വേണം. നമ്മളെ കൊണ്ട് ഇപ്പൊ അതൊക്കെ പറ്റുമോ? വേണ്ട, ഞാൻ പോകുന്നില്ല ചോദിക്കാം. അത് വേണ്ട പോലെ നീ പോണം. കേട്ടോ? നീ പഠിക്കാൻ പിടിക്കുക. മുരളി, എന്താ മുരളി, മോനെ നീ എന്നെ സഹായിക്കണം. മോനെ, അച്ഛൻ മരിച്ചോണ്ട് നമുക്ക് ഈ വീട് വിൽക്കാതെ തന്നെ ബാങ്കിലെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു വീടില്ല, ഇവിടുത്തെ പഠിത്തത്തിന് സഹായിക്കട്ടെ. അത് വേണ്ട അമ്മേ. അതിനെന്താ, ഞാൻ ഒപ്പിട്ടേരാം. നീ ഒപ്പിട്ടില്ലല്ലോ. തരൂ. പക്ഷേ ഹിന്ദു സമസ്യയില്ലെങ്കിലും ഞാൻ ഒപ്പിട്ട് തരും. നീ ഞങ്ങളുടെ പോകും. അമ്മയെ പറഞ്ഞു നോക്കട്ടെ. അത് വേണം. നമുക്ക് ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. നീ വാ. കേൾക്കണം, നീ കേൾക്കണം.
Thank you.